എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് ഇപ്പോൾ ജോബ് വേക്കൻസി ഉണ്ട്. വിവിധ യോഗ്യതയുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. നല്ല ശമ്പളത്തിൽ ജോലി അവസരമുണ്ട്. എക്സ്പീരിയൻസ് ആവശ്യമില്ല. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് HPCLിലേക്കാണ് ഇപ്പോൾ ജോബ് വേക്കൻസി ഉള്ളത്. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 14 തസ്തിക ഏതാണെന്നും ഡീറ്റെയിൽസും ഒക്കെ തന്നെ നോക്കാം. ആദ്യത്തെ പോസ്റ്റ് ജൂനിയർ എക്സിക്യൂട്ടീവ് മെക്കാനിക്കലാണ്. ശമ്പളം ലഭിക്കുന്നത് 30,000 മുതൽ 1,20,000 രൂപ വരെയാണ്. വേക്കൻസി 130 പ്രായപരിധി 25 വയസ്സ് വരെ. ക്വാളിഫിക്കേഷൻ വേണ്ടത് 3 ഇയർ ഫുൾ ടൈം ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അടുത്ത പോസ്റ്റ് ജൂനിയർ എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കലാണ്. ശമ്പളമൊക്കെ സെയിം തന്നെയാണ്. 30,000 മുതൽ 1,20,000 രൂപ വരെയാണ്. വേക്കൻസി 65. പ്രായപരിധി 25 വയസ്സ് വരെ. ക്വാളിഫിക്കേഷൻ വേണ്ടത് 3 ഇയർ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. എക്സ്പീരിയൻസ് ആവശ്യമില്ല. അടുത്ത പോസ്റ്റ് ജൂനിയർ എക്സിക്യൂട്ടീവ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആണ്. ശമ്പളം ലഭിക്കുന്നത് 30,000 മുതൽ 1,20,000 രൂപ വരെയാണ്. വേക്കൻസി 37. പ്രായപരിധി 25 വയസ്സ് വരെയാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമ ഇൻ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് ആണ്. അടുത്ത പോസ്റ്റ് ജൂനിയർ എക്സിക്യൂട്ടീവ് കെമിക്കലാണ്. ശമ്പളം ലഭിക്കുന്നത് 30,000 മുതൽ 1,20,000 വരെയാണ്. വേക്കൻസി 2. പ്രായപരിധി 25 വയസ്സ് വരെയാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമ ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. തസ്തിക വരുന്നത് ജൂനിയർ എക്സിക്യൂട്ടീവ് ആണ്. അതുതന്നെ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇൻസ്ട്രുമെൻറ്റേഷൻ, കെമിക്കൽ എഞ്ചിനീയറിംഗിലാണ് വരുന്നത്. അപ്പോൾ അതാത് സ്ട്രീമിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. എക്സ്പീരിയൻസ് ആവശ്യമില്ല. ഇനി എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ 4 തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ഓരോ ഡിസിപ്ലിനിലും വേണ്ട ഡിപ്ലോമ ഏതാണെന്ന് കൊടുത്തിട്ടുണ്ട്. മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെൻറ്റേഷൻ ആണെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ, ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. ഇനി കെമിക്കൽ ആണെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ ടെക്നോളജി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഡിപ്ലോമയ്ക്ക് 60% മാർക്കുണ്ടായിരിക്കണം. SC/ST കാറ്റഗറി ആണെങ്കിൽ 50% മാർക്കുണ്ടായിരിക്കണം. ഇവിടെ പറഞ്ഞ പ്രായപരിധി കൂടാതെ SC/ST കാറ്റഗറി ആണെങ്കിൽ 30 വയസ്സ് വരെയും OBC കാറ്റഗറി ആണെങ്കിൽ 28 വയസ്സ് വരെയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ഷൻ്റെ ഭാഗമായിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, ഗ്രൂപ്പ് ടാസ്ക്, സ്കിൽ ടെസ്റ്റ്, പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. എല്ലാ ക്യാൻഡിഡേറ്റ്സും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ടതാണ്. CBT വരുന്നത് 2 പാർട്ടായിട്ടാണ്. ജനറൽ ആപ്റ്റ്യൂഡ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ടെക്നിക്കൽ ആൻഡ് പ്രൊഫഷണൽ നോളജ് വരുന്നതാണ്. ജനറൽ ആപ്റ്റ്യൂഡിൽ വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ് ടെസ്റ്റ് ആൻഡ് ഇൻ്റലക്ച്വൽ പൊട്ടൻഷ്യൽ ടെസ്റ്റ് ആണ്. ഇനി ടെക്നിക്കൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ നോളജ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിപ്ലോമ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ഇനി ശമ്പളം ലഭിക്കുന്നത് എത്രയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 30,000 മുതൽ 1,20,000 രൂപ വരെയാണ് ശമ്പളം ലഭിക്കുന്നത്. ആനുവൽ CTC പറയുന്നത് 10.58 lakhs വരെ ലഭിക്കുന്നതാണ് ആനുവലി. അപ്ലൈ ചെയ്യുന്ന ക്യാൻഡിഡേറ്റ്സിന് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. മെഡിക്കലി ഫിറ്റ് ആണെങ്കിൽ മാത്രമേ അപ്പോയിൻമെൻറ്റ് ലഭിക്കത്തുള്ളൂ. ഇനി പോസ്റ്റിംഗ് എവിടെയാണ് വരുന്നതെന്ന് നോക്കാം. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോസ്റ്റിംഗ് വരാവുന്നതാണ്. സെലക്ട് ചെയ്യുന്ന ക്യാൻഡിഡേറ്റ്സിന് 1 ഇയറിൽ പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കും. വേക്കൻസി വരുന്നത് ആകെ 234 വേക്കൻസിയാണ്. അതിൽ SC 35, ST 17, OBC 63, EWS 23, അൺറിസർവ്ഡ് 96 എന്നിങ്ങനെയാണ് വേക്കൻസി വരുന്നത്. SC, ST, OBC, EWS കാറ്റഗറിയൊക്കെ ആണെങ്കിൽ റിസർവേഷന് വേണ്ടിയിട്ട് അതാത് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതാണ്. ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ട് തന്നെയാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 14. നിങ്ങൾ അപേക്ഷിക്കേണ്ട സൈറ്റ് www.hindusthanpetroleum.com. ഈ സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. നിങ്ങൾ ആദ്യമേ ഈ സൈറ്റ് എടുക്കുക. എന്നിട്ട് അവിടെ നിന്നും കരിയർ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് കറണ്ട് ഓപ്പണിങ്സ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അവിടെ നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം കിട്ടും. അത് നിങ്ങൾ ഫില്ല് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്.
ഇനി അപേക്ഷാ ഫീസ് എത്രയാണ് വരുന്നതെന്ന് നോക്കാം. SC/ST കാറ്റഗറിക്ക് അപേക്ഷാ ഫീസ് ഇല്ല. ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട്. അതായത് 1180 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. SC/ST കാറ്റഗറിക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയൊക്കെ തന്നെ കോൾ ലെറ്റർ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് എല്ലാ കാൻഡിഡേറ്റ്സിനും കൃത്യമായിട്ട് ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഇനി നിങ്ങൾ ഫൈനൽ ഇയറിൽ പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിലൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. നല്ല ശമ്പളത്തിൽ ജോലി അവസരമുണ്ട്. എക്സ്പീരിയൻസും ആവശ്യമില്ല. താല്പര്യമുള്ളവർക്ക് ഈ പറഞ്ഞ ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. നല്ലൊരു അവസരമാണ്. താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് തന്നെ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.